ഏകാധിപതികൾ ജീവനും കൊണ്ട് നാടുവിട്ടോടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾക്കാണ് ലോകം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഭീകരതയിലൂടെയും അടിച്ചമർത്തലുകളിലൂടെയും അവർ പടുത്തുയർത്തിയ ഉരുക്കുകോട്ടകൾ ജനകീയ പ്രതിരോധങ്ങൾക്ക് മുന്നിൽ ചീട്ടുകൊട്ടാരങ്ങൾ കണക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞു. എല്ലാ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കും വലിയ താക്കീത് നൽകിക്കൊണ്ടാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജനകീയ വിപ്ലവങ്ങൾ അരങ്ങേറിയത്. ടുണീഷ്യയിൽ തുടങ്ങിയ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ അലയൊലികൾ വിവിധ അറേബ്യൻ രാജ്യങ്ങളിലേക്കും പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പടർന്നപ്പോൾ അതിന്റെ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കായില്ല. ഈ അടുത്ത് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിലും നടന്ന സംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിന്റെ തുടർച്ചയാണ്. കുടുംബാധിപത്യത്തിന്റെ കൂടി പ്രയോക്താക്കളായിരുന്നു ഈ മൂന്ന് രാജ്യങ്ങളിലെയും നാട് വിട്ടോടിയ ഭരണാധികാരികൾ. അധികാരം നിലനിർത്താൻ സ്വന്തം ജനതയെ ക്രൂരമായി വേട്ടയാടാൻ ഒരു മടിയും കാണിച്ചില്ലെന്നത് ഈ മൂന്ന് ഭരണാധികാരികളുടെയും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. പിതാവും മുൻ മന്ത്രിയുമായിരുന്ന DA രാജപക്സെയുടെയും ജ്യേഷ്ഠ സഹോദരനും ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന മഹിന്ദ രാജപക്സെയുടെയും ബലത്തിൽ ശ്രീലങ്കൻ പ്രസിഡന്റായി ഗോതാബയ രാജപക്സെ അധികാരത്തിലേറുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്കും സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിനും പറയാനുള്ളതും പിതാക്കളുടെ മഹിമ തന്നെയാണ്. കുടുംബാധിപത്യത്തിന് പുറമെ സ്വജന പക്ഷപാതം കൈമുതലാക്കിയ ഇവർ തങ്ങൾക്ക് സഹായകമാകും വിധം നിയമനിർമ്മാണം നടത്തുകയോ ഭരണഘടനയിൽ പോലും മാറ്റം വരുത്തുകയോ ചെയ്തു. ജനാധിപത്യമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണവും മൂന്ന് പേർക്കെതിരെയും ഉയർന്നിട്ടുമുണ്ട്. ശ്രീലങ്കയിലെ തമിഴ് വിമത സംഘടനയായിരുന്ന ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴത്തിന്റെ, അതായത് കുപ്രസിദ്ധ തീവ്രവാദ സംഘടനയായ LTTE ഇല്ലാതാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചെന്ന് പറയപ്പെടുന്ന രാജപക്സെ സഹോദരങ്ങൾക്കെതിരെ LTTE-ക്കാർ പണം നൽകി ഒരു പ്രദേശത്തെ വോട്ട് വിലക്ക് വാങ്ങിയെന്ന പരാതി പോലും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് അവർ എത്രമാത്രം ജനാധിപത്യത്തോട് പ്രതിബദ്ധത പുലർത്തിയിരുന്നു എന്നതിന് കൂടി തെളിവാണ്. 2019 നവംബർ 18 ശ്രീലങ്കയുടെ 8ാമത്തെ പ്രസിഡന്റായി അധികാരത്തിലേറിയ രാജപക്സെ 2022 ജൂലൈ 14 ജനകീയ പ്രക്ഷോഭങ്ങളിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് നാടുവിട്ടത്. സൗദി അറേബ്യൻ വിമാനത്തിൽ മാലിദ്വീപിലേക്ക് തിരിച്ച ഗോതാബയെ അവിടെ ഒരു ദിവസം തങ്ങിയ ശേഷം സിംഗപ്പൂരിലെത്തിയതിന് പിന്നാലെ ഇമെയിൽ വഴിയാണ് രാജി അയച്ചു കൊടുത്തത്. അവസാന നിമിഷം വരെ തന്റെ സ്ഥാനം നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ ഔദ്യോഗിക വസതി വളഞ്ഞതിന് പിന്നാലെയാണ് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറിയ ഗോതാബയ അവിടെ നിന്ന് പുലർച്ചെ ആരും കാണാതെ സൈനിക വിമാനത്തിൽ രക്ഷപ്പെട്ടത്. പ്രതിഷേധക്കാർ പ്രസിഡന്റിന്റെ കൊട്ടാരം കയ്യേറുകയും അലങ്കോലമാക്കുകയും വരെ ചെയ്തു. പ്രസിഡന്റിന്റെ രാജിവാർത്ത ജനങ്ങൾ പടക്കം പൊട്ടിച്ചും ആനന്ദ നൃത്തം ചവിട്ടിയുമാണ് സ്വീകരിച്ചത്. സിറിയയിലും ബംഗ്ലാദേശിലും സമാനമായിരുന്നു സ്ഥിതിഗതികൾ. അധികാരത്തിലിരിക്കെ 20ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഗോതാബയ തന്റെ പ്രസിഡൻഷ്യൽ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും രാജപക്സെ കുടുംബത്തിലെ അംഗങ്ങളെ നിരവധി അധികാര സ്ഥാനങ്ങളിൽ നിയമിക്കുകയും ചെയ്തു. 2019 സഹോദരനും മുൻ പ്രസിഡന്റുമായ മഹിന്ദ രാജപക്സെയെ പ്രധാനമന്ത്രിയായി അവരോധിച്ചു. ഇതിനിടയിൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. പ്രസിഡന്റിനും സഹോദരങ്ങൾക്കും വിദേശ രാജ്യങ്ങളിൽ കോടികളുടെ സമ്പാദ്യമുണ്ടെന്ന വാർത്ത പുറത്തു വന്നു. സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ആദ്യമായി ശ്രീലങ്ക കടക്കെണിയുടെ അങ്ങേ അറ്റത്തെത്തി. ജനം പട്ടിണിയിലേക്ക് വഴുതി വീണു. പിന്നാലെയാണ് രാജ്യത്ത് പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നത്. നിരായുധരായ പ്രതിഷേധക്കാരെ ക്രൂരമായി അടിച്ചൊതുക്കിയും ജയിലിലടച്ചും രാജപക്സെ സഹോദരങ്ങൾ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരുന്നു. 2029 മെയ് 9 മഹിന്ദ രാജപക്സെ തന്റെ ഔദ്യോഗിക വസതിയിൽ അനുയായികളുടെ യോഗം നടത്തുകയും അവരെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ ക്രൂരമായി നേരിടുകയും ചെയ്തു. ഇത് രാജപക്സെ കുടുംബത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ശ്രീലങ്കയിലുടനീളം പ്രതിഷേധങ്ങൾ കത്തിപ്പടർന്നു. അന്ന് തന്നെ മഹിന്ദ രാജപക്സെക്ക് പ്രധാനമന്ത്രി പദം രാജിവെക്കേണ്ടി വരികയും ചെയ്തു. ജൂലൈ വരെ ഒരുവിധം പിടിച്ചു നിന്നതിന് പിന്നാലെയാണ് ഗോതാബയ അധികാരം വിട്ടോടിയത്. യുദ്ധക്കുറ്റങ്ങളും മനുഷ്യാവകാശ ലംഘനം, അഴിമതി, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ മറ്റ് ക്രിമിനൽ കുറ്റങ്ങളും രാജപക്സെ സഹോദരങ്ങൾക്കെതിരെ ശ്രീലങ്കയിൽ ചുമത്തപ്പെട്ടു. ബംഗ്ലാദേശിലും സമാനമായിരുന്നു സ്ഥിതിഗതികൾ. ബംഗ്ലാദേശ് സ്ഥാപകൻ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീന അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് യുവതീ യുവാക്കൾ തൊഴിലിനായി നെട്ടോട്ടമോടുന്നതിനിടെയാണ് തൻ്റെ പാർട്ടിക്കാർക്കും കുടുംബങ്ങൾക്കും ഗുണകരമാവുന്ന വിധത്തിൽ സംവരണ നയം പ്രഖ്യാപിച്ചത്. ഇതിനെതിരെ പ്രതിഷേധിച്ചവരെ ക്രൂരമായി അടിച്ചൊതുക്കിയതോടെ ഹസീനയുടെ അധികാര നഷ്ടം എളുപ്പമാവുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഹസീന ഇന്ത്യയിലേക്ക് ഓടി വന്നതിന് പിന്നാലെ ബംഗ്ലാദേശും വലിയ ആഹ്ലാദാരവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. 3 പതിറ്റാണ്ടോളം പ്രസിഡന്റായിരുന്ന പിതാവ് ഹാഫിസ് അസദ് 2000 മരിച്ചതോടെയാണ് ബഷാറുൽ അസദ് സിറിയയുടെ പ്രസിഡന്റായത്. സിറിയൻ ഭരണഘടന പ്രകാരം പ്രസിഡന്റാകാൻ 40 വയസ്സാകണമെന്ന നിയമത്തിൽ മാറ്റം വരുത്തിയാണ് 34 വയസ്സുകാരനായ ബഷാറുൽ അസദ് അധികാരാരോഹണം നടത്തുന്നത്.
2011 മുല്ലപ്പൂ വിപ്ലവത്തിന്റെ പൂമ്പൊടി സിറിയയിലും എത്തിയതോടെ ബഷാറിന്റെ ഏകാധിപത്യത്തിനെതിരെ ജനം തെരുവിലിറങ്ങി. ജനാധിപത്യമായിരുന്നു ആവശ്യം. സ്വജനപക്ഷപാതവും അഴിമതിയും ആരോപിക്കപ്പെട്ട ഭരണത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ ബഷാറും സംഘവും ക്രൂരമായാണ് അടിച്ചമർത്തിയത്. 2018 ഏപ്രിൽ 7 ഡമസ്കസിന്റെ ധൗമയിൽ പ്രതിഷേധക്കാർക്കെതിരെ നിരോധിത രാസായുധം ഉപയോഗിച്ചെന്ന് പോലും കണ്ടെത്തുകയുണ്ടായി. ജനവാസ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയും ബാരൽ ബോംബുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചും സ്വന്തം പ്രജകളെ നേരിട്ട ഭരണാധികാരിയുടെ സ്വാഭാവിക പതനമാണ് ബഷാറിനും സംഭവിച്ചത്. ഹസീനയുടെയും ബഷാറിന്റെയും പടിയിറക്കത്തോടെ ഇരുവരുടെയും പരേതരായ പിതാക്കളോടുകൂടി ജനം പ്രതികാരം തീർത്തു. ഹാഫിസ് അസദിന്റെയും മുജീബ് റഹ്മാന്റെയും പ്രതിമകളെപ്പോലും ജനം വെറുതെ വിട്ടില്ല. ഹസീനയുടെയും അസദിന്റെയും അവരുടെ കുടുംബത്തിന്റെയും ഓർമ്മകൾ പോലും ജനം നാമാവശേഷമാക്കുകയായിരുന്നു. അധികാരത്തിന്റെ ഹുങ്ക് തലക്ക് പിടിച്ച മുഴുവൻ ഭരണാധികാരികളെയും കാത്തിരിക്കുന്നത് ഒരേ ഭാവി തന്നെയാണെന്നാണ് ചരിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ടോജോയുടെയും ചരിത്രങ്ങൾ നമ്മൾ പഠിപ്പിച്ചതെന്തോ അതുതന്നെയാണ് ആധുനിക സ്വേച്ഛാധിപതികൾക്കും ലോകം കാത്തുവെച്ചതെന്ന് ചുരുക്കം.